വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പുഡിംഗാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ക്യാരറ്റ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട്. 3 പിഞ്ച് ഏലക്ക പൊടിച്ചത് എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ക്യാരറ്റ് വേവിച്ചെടുക്കാനും ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. 2-3 ടേബിൾ സ്പൂൺ, അത് നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ട് എടുക്കാം. പിന്നെ 1 പിഞ്ച് ഉപ്പ് വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. ആദ്യം തന്നെ നമുക്ക് ചൈനാഗ്രാസ് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതൊന്ന് കുതിർത്താൻ വേണ്ടി വയ്ക്കാം. ഇത്ര വെള്ളം മതിയാവും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് കുക്കായി വരുന്ന വെള്ളം മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എല്ലാ പഞ്ചസാരയും ഇടണ്ട, 1 സ്പൂൺ പഞ്ചസാര മാത്രം ഇട്ടാൽ മതി. 1 പിഞ്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ജസ്റ്റ് നന്നായിട്ടങ്ങ് മഷി പോലെ വേവൊന്നും വേണ്ട, കാരണം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടിട്ട് തന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ കട്ടായി വരുന്ന രീതിയിൽ ഒന്ന് കുക്കായാൽ മതിയാവും. ഇതിപ്പോൾ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇതുപോലെ ക്യാരറ്റ് മുറിഞ്ഞ് വന്നാൽ മതിയാവും. ഇതിപ്പോൾ പാകത്തിന് കുക്കായിട്ടുണ്ട്. നമുക്ക് മാറ്റി തണുപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ചൈനാഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വേണം മെൽറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാൻ. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാലിൽ നിന്ന് 1/2 കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് വരുമ്പോഴത്തേക്ക് മാത്രം ബാക്കി പാലും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ ആദ്യമേ എല്ലാ പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചൈനാഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആവുന്നുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്യരുത്. നമ്മളിത് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. കാരണം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല തണുക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് കട്ടിയായി പോകും. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യരുത്. നമുക്ക് അടുത്തടുപ്പിലേക്ക് ഒരു പാൻ വയ്ക്കാം. ആ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒന്നുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിനിടയ്ക്ക് ഈ ചൈനാഗ്രാസ് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കി നല്ല ഈ നെയ്യ്, നമ്മൾ ഒഴിച്ച നെയ്യ് ഇതിനകത്ത് തെളിഞ്ഞ് വരുന്നത് വരെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം തിളയ്ക്കുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അത് കഴിയുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലും വേണം വയ്ക്കാൻ. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും ഇങ്ങനെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതുപോലൊരു കുഴിയുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ കയ്യിലൊന്നും തെറിക്കത്തില്ല.
ഇപ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഞ്ചസാര ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. രണ്ട് നുള്ള് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. തിളച്ച് വരുന്നുണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് ചൈന ഗ്രാസ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചൈന ഗ്രാസും ക്യാരറ്റും എല്ലാം ആയിട്ട് നല്ല മിക്സ് ആയിട്ടുണ്ട്. പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ട്രേയിലേക്ക് മാറ്റാം. നമുക്കിത് ഈ ട്രേയിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ സെറ്റായതിന് ശേഷം മാത്രം നമുക്ക് ഈ കാഷ്യൂനട്ട് ഇതിൻ്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു ഹാഫ് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഈ ക്രഷ് ചെയ്ത കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് പുഡിംഗ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ നിന്ന് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതെടുത്ത് കട്ട് ചെയ്യാം. ഇതുപോലൊരു ക്ലീൻ റാപ്പ് വെച്ച് റാപ്പ് ചെയ്ത് വേണം ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ.